പ്രതിരോധം, പോലീസ് സേന, പട്ടാളം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ യെസ് സ്വകാര്യ നിക്ഷേപം ഏതുവരെ ആകാം എന്നുള്ളതിനെ സംബന്ധിച്ചൊരു കൃത്യമായ ബോർഡർ ലൈൻ ആവശ്യമുണ്ട്. ഇത് ലിബറലൈസേഷനും ഗ്ലോബലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബൽ മണിയുടെ എക്സ്ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ കാലഘട്ടത്തിൽ നമ്മളുടെ ഓരോ പോളിസി നമ്മൾ എടുക്കുമ്പോഴും അതിൽ ഒരു റിസ്ക് എലമെൻ്റ് കൂടി നമ്മൾ കണ്ടു തന്നെ പോകണം. ഗവൺമെൻറ്റിൻ്റെ പോളിസികൾ സമ്പൂർണ്ണമായി കോർപ്പറേറ്റിലേക്ക് പോയാൽ, സ്വകാര്യ മേഖലയിലേക്ക് പോയാൽ നമുക്ക് സുഖകരമാണെന്ന് തോന്നും. പക്ഷേ ആ സുഖം താൽക്കാലികമായിരിക്കും. ഇന്ത്യ ഇപ്പോഴും ഒരു സമ്പന്ന രാഷ്ട്രമായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് തുകയൊക്കെ ശമ്പളമൊക്കെ കുറഞ്ഞാലും എവിടെ വർക്ക് ചെയ്യണം? നമ്മുടെ ബ്രെയിൻ എവിടെ കൊടുക്കണം? ഈ രാജ്യത്തിനും സമൂഹത്തിനും കൊടുക്കണം. അവരെ എടുക്കുകയും വേണം സമൂഹം. ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ സോഷ്യൽ കൺസേൺ ഉണ്ട്, പബ്ലിക് കൺസേൺ ഉണ്ട്, ജനറേഷൻ്റെ കൺസേൺ ഉണ്ട്, സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ട്, കൺട്രി സെക്യൂരിറ്റി ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. പ്രൈവറ്റ് മേഖലയ്ക്ക് പ്രോഫിറ്റ് മാത്രം, ഓൺലി പ്രോഫിറ്റ്. സ്വകാര്യ മേഖലയെ തീർച്ചയായും പ്രോത്സാഹിപ്പിക്കണം. പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് വേണം. സ്കൈറൂട്ട് എയ്റോസ്പേസ് എന്ന സ്വകാര്യ കമ്പനി നിർമ്മിച്ച വിക്രം-1 എന്ന റോക്കറ്റ് ഉപഗ്രഹ വിക്ഷേപണം വിജയകരമായി നടത്തിയിരിക്കുകയാണ്. ഇത് സ്വകാര്യ മേഖലയുടെ വലിയൊരു കടന്ന് കയറ്റം അല്ലെങ്കിൽ ചുവടുവയ്പ് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ബഹിരാകാശ ഗവേഷണ രംഗത്ത്. 2020 ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു മാറ്റം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. അതിനുശേഷം ആണ് സ്കൈറൂട്ട് എന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ഇത്തരത്തിൽ ഒരു ദൗത്യവുമായി മുന്നോട്ട് പോകുന്നത്. ഈ ദൗത്യ വിജയം നൽകുന്ന സൂചന എന്താണ്? സാധ്യത എന്താണ്? അതുപോലെ തന്നെ വെല്ലുവിളി എന്താണ്? അതാണ് നമ്മളിന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. കാരണം സ്കൈറൂട്ട് പോലുള്ള കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ ഇനി വരും. ഈ വിജയത്തിന് പിന്നാലെ അതുതന്നെ ആയിരിക്കും സംഭവിക്കുക. അത് ഇസ്രോയുടെ നിലനിൽപ്പിനെ ബാധിക്കുമോ? രാജ്യത്തിൻ്റെ പുരോഗതിയെ ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളി ഉയർത്തുന്ന തരത്തിലേക്ക് വരുമോ? ഇതൊക്കെയാണ് നമുക്കിന്ന് അറിയേണ്ടത്. നമ്മോടൊപ്പം ചേരുന്നു ഗവേഷകനും അതുപോലെ തന്നെ സാമൂഹിക നിരീക്ഷകനുമായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. വളരെ ലാൻഡ്മാർക്കായ ഒരു വിജയം എന്നാണ് എല്ലാവരും ഇതിനെ പറയുന്നത്. ഉപഗ്രഹ വിക്ഷേപണ രംഗത്തേക്ക് സ്വകാര്യ നിക്ഷേപം വരുന്നു, സ്വകാര്യ കമ്പനി വരുന്നു. സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്, ഹൈദരാബാദ് ആസ്ഥാനമായ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ഇത്തരത്തിലൊരു നേട്ടം കൈവരിക്കുന്നു. നമുക്ക് ഒരു 5 വർഷം മുൻപ് വരെ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഊഹിക്കാൻ പോലും സാധിക്കില്ലായിരുന്നു. ആ ഒരു മേഖലയിലേക്കാണ് ഇത്തരത്തിൽ ഒരു സ്റ്റാർട്ടപ്പുകളുടെ കടന്നുവരവ് ഉണ്ടായിരിക്കുന്നത്. വലിയൊരു വിപണിയാണ്, ആ വിപണിയിലേക്കാണ് ചുവടുവയ്പ് നടത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് കാണുന്നത്? 2-3 പ്രശ്നങ്ങളുണ്ട് ഈ ലോകത്ത്. ഒന്ന്, ലോകം ഗ്ലോബലൈസ് ചെയ്യപ്പെട്ടതിന് ശേഷം 80-കൾക്ക് ശേഷം 90-കൾക്ക് ശേഷം ഒറ്റ ഗ്രാമമാണ് ലോകം. നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ലോകത്ത് എവിടെയും നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന രീതിയിലേക്കാണ്. പെൻസിൽവാനിയയിൽ പോയി മുൻ മുഖ്യമന്ത്രി വി.കെ. നായനാർ സംഘവും പെൻസിൽവാനിയയിൽ പോയി ഈ ടെക്നോ പാർക്ക് പോലുള്ള മോഡൽ കണ്ടപ്പോൾ എന്താ നമ്മുടെ രാജ്യത്ത് ആയിക്കൂടാന്ന് വന്നിട്ടാണ് ഇവിടെ ടെക്നോ പാർക്ക് തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ടെക്നോ പാർക്ക് തുടങ്ങുമ്പോൾ അതിനു മുമ്പ് നമ്മുടെ ആളുകളെല്ലാം അമേരിക്കയിലും മറ്റു രാജ്യങ്ങളിലും പോയാണ് ജോലി ചെയ്തിരുന്നത്. പക്ഷെ ഇന്നിപ്പോൾ സംഭവിക്കുന്നത്, അമേരിക്കയിൽ ഇരിക്കുന്ന കമ്പനികൾ അവരുടെ വർക്കുകൾ നമ്മുടെ രാജ്യത്ത് വളരെ കുറച്ച് പണം കൊടുത്തുകൊണ്ട് ഒരു ജോലി സുരക്ഷിതത്തില്ലാതെ ചെയ്തെടുക്കാൻ പറ്റുന്ന പുതിയ ലോകത്താണ് ഇപ്പോൾ നമ്മൾ താമസിക്കുന്നത്. അപ്പം സാങ്കേതികവിദ്യ വളരെയധികം മാറി പുതിയ സംരംഭങ്ങൾ വരുന്നു. ഇതിനകത്ത് കുറേ ആശങ്കകളുണ്ട്. നമ്മൾ ഈ എങ്ങനെ നമ്മുടെ ഈ സ്പേസ് രംഗത്തുള്ള സ്റ്റാർട്ടപ്പുകളെ സംബന്ധിച്ച് പറയുമ്പോൾ, ഒന്നാമത്തെ വിഷയം പ്രതിരോധം, സ്പേസ്, ഈ ഇതുപോലത്തെ ബഹിരാകാശ പഠനങ്ങൾ, പ്രതിരോധം, പോലീസ് സേന, പട്ടാളം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സ്വകാര്യ നിക്ഷേപം ഏതുവരെ ആകാം എന്നുള്ളതിനെ സംബന്ധിച്ചൊരു കൃത്യമായ ബോർഡർ ലൈൻ ആവശ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം മുമ്പ് തന്നെ നമ്മൾ സോവിയറ്റ് റഷ്യ ഉണ്ടായിരുന്നപ്പോൾ സോവിയറ്റ് റഷ്യയുമായി കരാറിൽ ഏർപ്പെട്ടു വന്ന ഒറ്റ കാരണത്തിൽ അമേരിക്ക നമ്മളുമായിട്ട് പിണങ്ങി അന്ന് വലിയ വിഷയമൊക്കെ ഉണ്ടായതാണ് അന്നത്തെ ഈ. അപ്പോൾ പുതിയ കാലഘട്ടത്തിൽ ഇപ്പോൾ ISR നേരിടുന്ന വലിയൊരു പ്രതിസന്ധി, അവിടെ നിന്ന് ഒരുപാട് ആളുകൾ രാജിവെച്ച് സ്റ്റാർട്ടപ്പുകളിലേക്കൊക്കെ പോവുകയാണ്. അപ്പോൾ സ്റ്റാർട്ടപ്പിൽ പോകരുതെന്ന് നമുക്ക് അവരോട് പറയാനാവില്ല. കരിയറിന് വേണ്ടി വിദേശ രാജ്യത്ത് പോകരുതെന്നും പറയുന്നതിൽ പരിമിതിയുണ്ട്. പക്ഷേ വേറെ ചില കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ള
ശക്തമായ വാദക്കാരനാണ് ഞാൻ. അതെൻ്റെ ഒരു നിരീക്ഷണമായിരിക്കാം. ആ. സർ വിശ്വേശ്വരയ്യ എന്നൊരു എഞ്ചിനീയർ നമുക്കുണ്ടായിരുന്നു. ഉം. അദ്ദേഹം വിദേശത്ത് പഠിച്ച ആളാണ്. അദ്ദേഹം മൈസൂർ ദിവാൻ്റെ പൈസ വാങ്ങാതെ സേവിച്ച ആളാണ്. അദ്ദേഹമാണ് നമുക്ക് വൃന്ദാവൻ ഗാർഡനും കാവേരി അണക്കെട്ടും ഒക്കെ ഒരുപാട് സംഭാവനകൾ നൽകുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്. എൻ്റെ രാജ്യം എന്നാണോ ഒരു സമ്പന്നതയിലേക്ക് പോകുന്നത് അന്ന് ഞാൻ വരും. അന്ന് ജീവിച്ചിരിക്കില്ല, അത് വേറെ കാര്യം. പക്ഷേ കൺസെപ്റ്റാണ് പറയുന്നത്. കാരണം എൻ്റെ രാജ്യം ഇപ്പോൾ ദരിദ്ര രാജ്യമാണ്. എൻ്റെ സേവനം എൻ്റെ രാജ്യത്തിന് ആവശ്യമുണ്ട്. ഡോക്ടർ കെ എൻ രാജ് CDSൽ ജോലി ചെയ്യാൻ വരുമ്പോൾ, സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൽ അച്യുതമേനോൻ്റെ കാലത്ത് ഇവിടെ വിളിച്ചുകൊണ്ട് വന്നാണ് ജോലി കൊടുക്കുന്നത്. ഡയറക്ടറാകുന്നത്, ആദ്യത്തെ ഡയറക്ടറാകുന്നത്. ആ സമയത്ത് കെ എൻ രാജ് അദ്ദേഹത്തിന് അമേരിക്കയിലടക്കം വലിയ ശമ്പളം കിട്ടുന്ന എക്കണോമിസ്റ്റാണ്. വേൾഡിൽ അറിയപ്പെടുന്ന എക്കണോമിസ്റ്റാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി കുറഞ്ഞ ശമ്പളത്തിലാണെങ്കിലും ഞാനിവിടെ ജോലി ചെയ്യും. MS സ്വാമിനാഥൻ, അങ്ങനെ ഒത്തിരി ആൾ ഞാൻ പറഞ്ഞ എക്സെപ്ഷണലായിട്ടുള്ള വളരെ കരിസ്മാറ്റിക് ആയിട്ടുള്ള വലിയ നേതാക്കളാണ്, വലിയ സയൻറ്റിസ്റ്റുമാരെയാണ് പറയുന്നത്, ഗവേഷകരാണ്. നമ്മുടെ രാജ്യത്ത് ഒരു കാര്യം ISROയിലുള്ളവരായാലും ഞാൻ ഉൾപ്പെടെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത്, ഇതൊരു സമ്പന്ന രാജ്യമൊന്നുമല്ല നമ്മളത്. 140 കോടി ജനങ്ങൾ, ദരിദ്ര രാജ്യമാണ് ഇപ്പോഴും. ഒരുപാട് കാര്യങ്ങൾ മുമ്പോട്ട് പോയി. ഹൈഡ്രജൻ ട്രെയിൻ വരെ ഇന്നലെ നമ്മൾ കണ്ടുപിടിച്ചു, അത് വേറൊരു വിഷയം. ഇപ്പോഴും പക്ഷേ പട്ടിണി, ദാരിദ്ര്യം, ഹ്യൂമൻ ഇൻഡെക്സിലും ഹാപ്പിനെസ് ഇൻഡെക്സിലും ഒക്കെ നമ്മൾ വളരെ പിറകിൽ തന്നെയാണ്. സമ്പൂർണ്ണമായി നമ്മുടെ കർഷകരുടെ പ്രശ്നങ്ങൾ, പാവപ്പെട്ട പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ സമയത്താണ് കോടാനുകോടി രൂപ നമ്മൾ മുടക്കി ഇത്തരം പഠനങ്ങൾക്ക് വേണ്ടി പണം നമ്മൾ കൊടുക്കുന്നത്. ഒരുവിധം നല്ല ശമ്പളം കൊടുക്കുന്നു, അത്യാവശ്യം കിട്ടാവുന്ന മറ്റ് ആനുകൂല്യങ്ങളും പ്രക്സും എല്ലാം കൊടുക്കുന്ന ഒരു മേഖലയാണല്ലോ ISR പോലുള്ള മേഖലകൾ. പലപ്പോഴും ഞാനൊക്കെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ചിന്തിച്ചിട്ടുണ്ട്. അന്നൊരു ഒരു പത്രത്തിൽ വന്നൊരു വാർത്ത, 450 കോടി രൂപ അനുവദിച്ചു ആർക്ക്, ISROയ്ക്ക് പുതിയ പരീക്ഷ. അത് നമ്മൾ ചോദിച്ചു, എന്തിനാ 450 കോടി രൂപയുണ്ട് അന്ന്, ഇപ്പോൾ ഒരു 10,000 കോടി വരും. ഇത്രയും പൈസ ഉണ്ടെങ്കിൽ ആളുകൾക്ക് ലാറ്ററിൻ കൊടുത്തൂടെ, കുടിവെള്ളം കൊടുത്തൂടെ? ഇത് ഞാൻ ഉന്നയിച്ച വിഷയം എന്നുള്ള നിലയിലല്ല, അന്ന് സംസ്ഥാനത്ത് വലിയ ചർച്ചയുമായിരുന്നു. ഓക്കെ, എങ്ങനെ ഇത്രയും പണം നമ്മൾ ഈ ഒരു ഗവേഷണ മേഖലയ്ക്ക് മുടക്കണം. പക്ഷെ ഇന്നിപ്പോൾ കാലം മാറി. ഇന്ന് ടെലിമെഡിസിൻ കണ്ടുപിടിക്കുന്നു, ഡ്രോണിൻ്റെ കാര്യങ്ങളുണ്ട്, സാറ്റലൈറ്റ് ഇമേജ് വെച്ച് നമുക്ക് ഇത് കണ്ടുപിടിക്കാം, കാലാവസ്ഥ നിർണ്ണയിക്കാം, റഡാറിൻ്റെ വലിയ GPS സിസ്റ്റം, വളരെ വലിയ അഡ്വാൻസ് ആയി. ഇന്ന് ബഹിരാകാശ ഗവേഷണ രംഗത്ത് കുതിച്ചു പായുന്ന രാജ്യങ്ങൾ എല്ലാ മേഖലയിലും കുതിക്കും എന്നുള്ളതാണ്. എല്ലാ മേഖലയും സകല, അതായത് മനുഷ്യൻ്റെ നിത്യജീവിതവുമായി ബന്ധിക്കുന്ന കാർഷിക മേഖലയിലും വ്യവസായ മേഖലയിലും ഹെൽത്ത് മേഖലയിലും ഒക്കെ എഡ്യൂക്കേഷൻ മേഖലയിലും ഒക്കെ സഹായിക്കാൻ വേണ്ട സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിലൊക്കെ വലിയ വിപ്ലവമാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോഴുമുള്ള ചോദ്യം, ഈ വിപ്ലവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴും ഒരാൾ എഞ്ചിനീയർ ആവണം, ഒരാൾ സയൻറ്റിസ്റ്റ് ആവണം, അല്ലെങ്കിൽ ഒരാൾ ഡോക്ടർ ആവണം, ഒരു പ്രൊഫഷണൽ ആകണമെങ്കിൽ ഈ പട്ടിണി രാജ്യം ഒരുപാട് രൂപ മുടക്കിയിട്ടാണ് ആകുന്നത്. അപ്പം അങ്ങനെ ആയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാനൊരു സ്റ്റോറിയാണ് പറയുന്നത്, ഒരു സാഹചര്യമുണ്ട് ഇവിടെ. ആ സമയത്താണ് ഈ സ്വകാര്യ മേഖല ഇങ്ങനെ സ്റ്റാർട്ടപ്പുകളുമായിട്ട് ഒരുപാട് വരുന്നത്. തൊഴിൽ കിട്ടും, ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടും. പക്ഷെ വളരെ സീരിയസ് ആയി ISROയിൽ നിന്ന് ഒത്തിരി പേര് എന്ത് ചെയ്യുന്നു, ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ISRO തന്നെ എന്തോ ഓർഡർ എന്തോ ഇറക്കിയിട്ടുണ്ട്, അങ്ങനെ എന്തോ കൊടുക്കരുതെന്ന്. ഇപ്പം VRS കൊടുക്കരുത്, VRS കൊടുത്താൽ ആനുകൂല്യം കൊടുക്കരുത്. ഓർഡർ ഉണ്ടോ, അത് ഓറലാണോ എന്നറിയില്ല. എന്തായാലും ഒരു 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 പ്രതിസന്ധി പോലെ അങ്ങനെ ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്, കൊടുക്കരുത്. പെൻഷൻ പെട്ടെന്ന് പറ്റിച്ച് പെൻഷൻ കൊടുത്തങ്ങ് വിടരുത്, അവർ VRS എടുത്ത് വിടരുത്, രാജിവെക്കരുത്, അനുവദിക്കരുതെന്നൊക്കെ. അതായത് ഇത്തരത്തിൽ അങ്ങ് ഒരുപാട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ $600 ബില്യൺ സ്പേസ് ഇൻഡസ്ട്രി. അവിടെ നമുക്ക് ഇന്ത്യയുടെ പങ്ക് എന്ന് പറയുന്നത് വെറും 2% മാത്രമാണ്. അപ്പോൾ ഇന്ത്യക്ക് ഇത്തരത്തിലുള്ള ഈ ഉപഗ്രഹ വിക്ഷേപണം അതിലൊക്കെ തന്നെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, എത്രത്തോളം പണം നമുക്ക് നീക്കി വയ്ക്കാൻ സാധിക്കും എന്നുള്ളത് സംബന്ധിച്ച്. പക്ഷേ ഈ ഗ്രഹാന്തര സ്പേസ് ഗവേഷണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഉപഗ്രഹ ഗവേഷണം, റോക്കറ്റ് വിക്ഷേപണം, ഇതൊക്കെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അന്യ രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിൽ എത്തിക്കുക എന്നുള്ള ഒരു വലിയ ഇൻഡസ്ട്രി, ആ ഇൻഡസ്ട്രിയിലേക്ക് സ്വകാര്യ പങ്കാളിത്തം കൊണ്ടുവരുന്നത്. അപ്പോൾ ISRO സ്വകാര്യവൽക്കരിക്കില്ല. ഇസ്രോയുടെ ശ്രദ്ധ കൂടുതലായി അന്യഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കാനും കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കേണ്ട വിഷയങ്ങളിലേക്ക് കടക്കാനും സാധിക്കും. ആ മേഖലയിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനും, അതായത് ഹ്യൂമൻ ബ്രെയിൻ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും, പണം ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അവിടേക്കാണ് സ്വകാര്യ നിക്ഷേപകരെ ആകർഷിക്കുന്നത്, മറ്റ് ഇതുവരെ ISRO ഹാൻഡിൽ ചെയ്തിരുന്ന സംഭവങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ, അതായത് പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ, ഇന്ത്യയുടെ പാർട്ടിസിപ്പേഷൻ ഈ 2% നിന്നും 10%, 20% ഉയർത്തുക എന്നുള്ളതാണ്
ടൈം ഫ്രെയിം വെച്ചിട്ട് നിശ്ചിത സമയക്രമം അനുസരിച്ച് കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ അതിൽ ഈ ഒരു വലിയ ചുവടുവയ്പ്പല്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. കാരണം ഈ ഒരു പ്രോജക്റ്റിൽ തന്നെ വിക്രം 1ൻ്റെ പ്രോജക്റ്റിൽ തന്നെ ആദ്യത്തെ ഉപഗ്രഹ വിക്ഷേപണത്തിൽ തന്നെ നോക്കുമ്പോൾ 1000 ആളുകളുടെ അധ്വാനമുണ്ട്. 3000 ദിവസം ഉള്ള അധ്വാനമാണ് അതിൽ വന്നിരിക്കുന്നത്. 400-ലധികം വിതരണക്കാർ, ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ പങ്കാളിത്തം അവിടെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കൂടുതൽ കമ്പനികൾ, സ്റ്റാർട്ടപ്പുകൾ സക്സസ്ഫുള്ളായി വരികയാണ് എന്നുണ്ടെങ്കിൽ എത്രയോ പേർക്ക് ജോലി, അതുപോലെ തന്നെ നമ്മുടെ ഏജൻസീസിന് കൂടുതൽ ബിസിനസ്, ഇതെല്ലാം വരില്ലേ? വളരെ കൃത്യമായൊരു ചോദ്യമാണ്. സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നെഹ്റു അഭിമുഖീകരിച്ച ഏറ്റവും വലിയൊരു ചോദ്യമാണ് സാന്ദർഭികമായി താങ്കൾ എന്നോട് ചോദിച്ചത്. അമേരിക്കയുടെ മുതലാളിത്ത കൺസെപ്റ്റ് എടുത്തുകൊണ്ട് കംപ്ലീറ്റ് ഓപ്പൺ മാർക്കറ്റിന് തുറന്ന് കൊടുക്കണോ? സോവിയറ്റ് യൂണിയൻ്റെ സങ്കല്പം എടുത്തുകൊണ്ട് മുഴുവൻ ഗവൺമെൻറ് എടുത്ത് വയ്ക്കണോ? പൊതുമേഖല സോഷ്യലിസ്റ്റ് കൺസെപ്റ്റാണ്. എല്ലാം ഗവൺമെൻറ് ചെയ്യും, ജനങ്ങൾ അവരുടെ ഡ്യൂട്ടി മാത്രം ചെയ്തു പോയത്, ബാക്കി എല്ലാം ഗവൺമെൻറ് നോക്കും. വെൽഫെയർ മെഷേഴ്സ് എല്ലാം ഗവൺമെൻറ് നോക്കും. മറ്റതങ്ങനെയല്ല, എല്ലാം പബ്ലിക്കിലേക്ക് പോവും, ഈ പ്രൈവറ്റിലേക്ക് പോവും. വളരെ കൃത്യമായി ഇന്ത്യ ഗവൺമെൻറ് എടുത്തൊരു നിലപാട്, നമ്മൾ മിക്സഡ് എക്കോണമിയിൽ പോയാൽ മതി, തന്ത്രപ്രധാനമായ മേഖലകളൊന്നും നമുക്ക് എന്ത് ചെയ്യണ്ട, സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. ഒന്ന്, ഒരു കാലഘട്ടത്തിലും സ്വകാര്യ മേഖല എന്ത് ചെയ്യാൻ പാടില്ല, ആരെ വിഴുങ്ങാൻ പാടില്ല, പൊതുമേഖലയെ വിഴുങ്ങാൻ പാടില്ല. പൊതുമേഖല ആരെയും വിഴുങ്ങാൻ പാടില്ല, സ്വകാര്യ മേഖലയും വിഴുങ്ങാൻ പാടില്ല. ഈ ബാലൻസ് കൊണ്ടുപോകണം. പക്ഷെ നമുക്കിവിടെ സംഭവിക്കുന്നത് ഒരു ഗ്ലോബലൈസ്ഡ് അല്ലാത്തൊരു സൊസൈറ്റി ആയിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ പറയുന്നതിനകത്ത് കുറേ ലോജിക്കുണ്ട്. ഇത് ലിബറലൈസേഷനും ഗ്ലോബലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബൽ മണിയുടെ എക്സ്ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ കാലഘട്ടത്തിൽ നമ്മളുടെ ഓരോ പോളിസി നമ്മൾ എടുക്കുമ്പോഴും അതിൽ ഒരു റിസ്ക് എലമെൻ്റ് കൂടി നമ്മൾ കണ്ടു തന്നെ പോകണം. എത്ര പേർക്ക് ജോലി കൊടുത്തു, എത്ര സംവിധാനം ഉണ്ടാക്കി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. നമുക്ക് നിക്ഷേപം കൂട്ടണം, എല്ലാം പ്രധാനം. പക്ഷേ നമ്മളൊരു സോട്ട് അനാലിസിസിലേക്ക് പോയേ കഴിയും. സോട്ട് അനാലിസിസ് മീൻസ് ഒരു സ്ട്രെങ്ത് എന്താണ്, നമ്മളിത് കൊണ്ടുവന്നാൽ നമ്മുടെ മൊത്തം പോളിസിയിൽ ഉണ്ടാകുന്ന സ്ട്രെങ്ത് എന്താണ്, മൊത്തം ഇൻഫ്രാസ്ട്രക്ചറിൽ എന്താണ് സ്ട്രെങ്ത് എന്താണ്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഈ സ്റ്റാർട്ടപ്പ് കമ്പനികൾ മിക്കവാറും എല്ലാം കൊളാബറേറ്റീവ് കമ്പനികളാണ്. വിദേശ രാജ്യങ്ങളിലെ കൊളാബറേറ്റീവ് കമ്പനികളുടെ സാമ്പത്തിക താല്പര്യത്തിന് ഉപരിയായ പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് മോട്ടീവ് എന്താണ്? ഇവിടെ വന്നൊരു അമേരിക്കൻ കമ്പനിയോ മറ്റു ചൈനീസ് കമ്പനിയോ ജപ്പാൻ കമ്പനിയോ വന്ന് പണം തരുമ്പോൾ അവരുടെ മറ്റ് മോട്ടീവ് എന്താണ്? അപ്പോൾ അത് നമ്മുടെ വീക്ക്നെസ്സായി വരും ചിലപ്പോൾ. അപ്പോൾ സോട്ടിലെ W ആയി സ്ട്രെങ്ത്, വീക്ക്നെസ്. എന്നാൽ നമ്മുടെ ഓപ്പർച്യൂണിറ്റി എന്താണ്? നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ, താങ്കൾ ചോദിപ്പിച്ച പോലെ ഇതൊരു ഓപ്പർച്യൂണിറ്റിയും കൂടെ ആണല്ലോ. ആ ഓപ്പർച്യൂണിറ്റി തരുന്ന ത്രെഡ് എന്താണ്? ഒരു ത്രെഡും ഉണ്ട് അതിനകത്ത്. ഇപ്പൊ കൃത്യമായൊരു സോട്ട് അനാലിസിസ് നടക്കണം. നമുക്ക് SWAT ആണ്. ഒരു സോട്ട് അനാലിസിസ് നമ്മൾ നടത്തണം. എങ്ങനെ? എന്തുകൊണ്ട്? ഈ മേഖലയായതുകൊണ്ട്, ഡിഫൻസും ബഹിരാകാശ ഗവേഷണങ്ങളും അതുകൊണ്ട് കൂടിയാണ്. അല്ലെ പിന്നെ പുതിയ ആളുകളെ എടുത്തിട്ട് ISRO അങ്ങ് ചെയ്താൽ പോരെ. എന്തിനാണ് അവരെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന? സീനിയറായ ഓഫീസേഴ്സ് പോകരുത്, സയന്റിസ്റ്റുമാരുടെ ബ്രെയിൻ അങ്ങോട്ട് പോകരുത് എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം. അല്ലെ പിന്നെ പകരം ആളെടുത്ത് അങ്ങ് ട്രെയിൻ ചെയ്ത് കൊണ്ടുപോകാമല്ലോ കുറേ. അല്ലെങ്കിൽ ഒരു പീസ് വെച്ച് ആളുകൾ പോകണമെന്നൊക്കെ പറഞ്ഞ് പറയാം. എന്നാൽ ആളുകൾക്ക് പോകാനുള്ള സ്വാതന്ത്ര്യത്തെ നമുക്ക് ചോദ്യം ചെയ്യാനാവില്ല. വിദേശത്ത് പോകുന്ന സ്വാതന്ത്ര്യത്തെ നമുക്ക്, കാരണം വിദേശ രാജ്യത്ത് കിട്ടുന്ന ഓപ്പണിങ്സ് കളഞ്ഞിട്ട് ISROയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് സയന്റിസ്റ്റുമാർ എനിക്കറിയാം. ഈ രാജ്യത്തിന് വേണ്ടി നമ്മുടെ രാജ്യവും വില കയറണം മുകളിലോട്ട് എന്നുള്ള കൺസെപ്റ്റിൽ ഈ വിശ്വേശ്വരയ്യ മോഡലിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോഴും ഉണ്ട്, ധാരാളം പേരുണ്ട്. നൊസ്റ്റാൾജിയായിട്ട് ഇവിടെ നിന്ന് ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ ചെറിയ പൈസ കിട്ടിയാൽ, ചെറിയ ചാൻസ് കൂടുതൽ കിട്ടിയാൽ ചാടിക്കളയണമെന്ന് വിചാരിക്കുന്ന ആളുകളും ഉണ്ട്. അപ്പം ഇത് വളരെ കൃത്യമായി സൊസൈറ്റി ഡിസ്കസ് ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം ഗവൺമെൻറ്റിൻ്റെ പോളിസികൾ സമ്പൂർണമായി കോർപ്പറേറ്റിലേക്ക് പോയാൽ, സ്വകാര്യ മേഖലയിലേക്ക് പോയാൽ നമുക്ക് സുഖകരമാണെന്ന് തോന്നും. പക്ഷെ ആ സുഖം താൽക്കാലികമായിരിക്കും. അല്ല, ദീർഘകാലത്തിൽ അതിന് പ്രശ്നം വരും. ഇതിപ്പോൾ എല്ലാവരും പറയുന്നത് ഗവൺമെൻറ്റിന് മാത്രമായി ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ്. കാരണം ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നു, ചില ഓഫീസുകൾ നിങ്ങൾ നോക്കുക, അതിൽ അതിൻ്റെ ഓണർ തന്നെ എല്ലാ ജോലിയും ചെയ്യാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ സർക്കാരിന് തന്നെ എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് അവർ പറയുന്നത്. അപ്പോൾ വർക്ക് എഫിഷ്യൻ്റായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ ആശ്രയിക്കേണ്ടി വരും, അവരുടെ ഇത്. അപ്പോൾ അങ്ങ് പറയുന്നത് അതിലുള്ള റിസ്ക് ഫാക്ടറെ കുറിച്ചാണ്. പോലീസ് സ്റ്റേഷൻ ഉദാഹരണം ഞാൻ പറയുന്നത്. പോലീസ് സ്റ്റേഷൻ
നമുക്ക് സ്വകാര്യവൽക്കരിക്കാൻ പറ്റുമോ? അതിനനുസരിച്ച് പോലീസ് സ്റ്റേഷനിൽ വട കൊടുക്കണത് സ്വകാര്യ ഏജൻസി ഏൽപ്പിക്കാം, പെയിന്റ് അടിക്കുന്ന സ്വകാര്യ ഏൽപ്പിക്കാം, മറ്റേ അന്വേഷണവും അന്വേഷണം മറ്റു കാര്യങ്ങൾ സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കുമ്പോഴുണ്ടാകുന്ന ഒരു റിസ്ക് എലമെന്റ് ഉണ്ട്. കറക്റ്റ്. ആ റിസ്ക് എലമെന്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റം നമുക്കുണ്ടോ? അതാണ് എൻ്റെ ചോദ്യം. അല്ലാതെ ഞാൻ കൊടുക്കണ്ട എന്നുള്ളതല്ല എൻ്റെ പോയിന്റ്. പക്ഷേ ഇത്തരത്തിലുള്ള സ്റ്റാർട്ടപ്പുകളെ നിരീക്ഷിക്കുവാനായി ഇൻസ്പേസ് എന്ന് പറഞ്ഞൊരു ബോഡി സർക്കാർ തന്നെ എല്ലാ രൂപീകരിച്ചിട്ടുണ്ട്. സംവിധാനം അറിയാവും. ഇതെല്ലാം ഇതിന്റെ പ്രശ്നം കൊണ്ടാണ്. ഞാൻ വീണ്ടും പറയാണ്, കറപ്റ്റഡ് ആയിട്ടുള്ള ബ്യൂറോക്രസിയും കറപ്റ്റഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ സിസ്റ്റവും ഉള്ള സ്ഥലങ്ങളിൽ എന്ത് നിങ്ങൾ സംവിധാനം ഉണ്ടാക്കി വെച്ചാലും ഒരു കഥയുമില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നും സാധിക്കില്ലല്ലോ. അത് സാധിക്കണം. അവിടെയാണ് ഞാൻ പറയുന്നത്, നമുക്ക് സാധിക്കണം. അവിടെയാണ് പോയിന്റ്. നമുക്ക് വിശ്വസനീയമാരെയും KN രാജുമാരെയും സൃഷ്ടിക്കാൻ കഴിയണം ഈ രാജ്യത്തിന്. ഞാൻ പറഞ്ഞ പോയിന്റ്, ലോകത്ത് വിദേശ രാജ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ പണി ആളുകൾ അങ്ങോട്ട് പിടിക്കുന്നില്ല. അതിന് പകരം അവർ ചെയ്യുന്ന പണി സ്റ്റാർട്ടപ്പുകൾ ഇതുപോലത്തെ സംവിധാനങ്ങളൊക്കെ തുടങ്ങി ബ്രെയിനും മറ്റ് ആശയങ്ങളും എല്ലാം കൊണ്ടുപോകുന്ന പുതിയ ലോകത്താണ് നമ്മൾ താമസിക്കുന്നത്. ഞാൻ പറഞ്ഞു. അല്ല, ഞാൻ ചോദിക്കട്ടെ സാർ, അപ്പോൾ വിദേശികളുടെ ഇടപെടൽ സ്പേസ് രംഗത്ത് അല്ലെങ്കിൽ അത് വളരെ സൂക്ഷിച്ച് വേണം എന്നങ്ങ് പറയുന്നു. അതിൽ റിസ്ക് ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ മറ്റ് രാജ്യങ്ങളും ഇതുപോലെയുള്ള സംഭവങ്ങളിലേക്ക് ഇടപെടുന്നുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ റഷ്യയിലുണ്ട്, US-ലുണ്ട്, ചൈനയിലുണ്ട്, ഇവരിലൊക്കെ തന്നെ ഉണ്ടല്ലോ. ജർമ്മനിയുണ്ട്, ജർമ്മനി ഇസ്രായേലുണ്ട്. ഒത്തിരി ശക്തരാണ് അവർ. പല ആളുകളും ഈ ആയുധ നിർമ്മാണത്തിലും ഇതുപോലത്തെ കാര്യത്തിലും വളരെ ശക്തരാണ് ലോകത്തുള്ള രാജ്യങ്ങൾ. അല്ലെ, ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ വിദേശ നിക്ഷേപമുണ്ട്, അല്ലെങ്കിൽ സ്വകാര്യ നിക്ഷേപമുണ്ട്. ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാൻ രണ്ടാമത്തെ പാർട്ട് ഞാൻ വീണ്ടും അവിടെ പറഞ്ഞ കറപ്ഷൻ. ഇവിടെ ഇപ്പം ഞാൻ ഒരു പറഞ്ഞാൽ നമ്മൾ മോശമാണെന്ന് തോന്നും. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഒരു വിഷയം വന്നപ്പോൾ ജയലളിത ഒരു വാക്ക് പറഞ്ഞല്ലോ, ഞാനൊന്ന് മനസ്സ് പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ, എല്ലാവരെയും ഡിസ്ട്രിക്റ്റുകളിൽ കണക്കെടുക്കാൻ പറഞ്ഞു. ശരിയോ തെറ്റോ, പക്ഷേ അന്ന് വലിയ വാർത്ത വന്നു. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മെപ്പോലുള്ളൊരു ഡെമോക്രാറ്റിക് കൺട്രി, കോലിയേഷൻ ഗവൺമെൻറ്റുള്ള കൺട്രി, ഇവിടെ കംപ്ലീറ്റ് കോലിയേഷൻ ആണല്ലോ, ഐക്യമുന്നണി സംവിധാനമാണ്, അല്ലാതെ സിംഗിൾ മുന്നണിയല്ല. അങ്ങനെയുള്ളൊരു സംവിധാനമുള്ള രാജ്യത്ത്, പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഉള്ള രാജ്യത്ത്, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉള്ള രാജ്യമല്ല ഇപ്പം ചൈന, ജപ്പാൻ, അവിടെ എല്ലാം പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയും കൂടെ ഉണ്ട്. നമുക്ക് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയുടെ പ്രശ്നവും ഉണ്ട് ഇവിടെ. അങ്ങനെയൊക്കെ ഉള്ള രാജ്യത്ത് നമ്മളൊരു സോട്ട് അനാലിസിസ് നടത്തണം. എൻ്റെ വാദം അത്രയേ ഉള്ളൂ. നമുക്ക് സ്റ്റാർട്ടപ്പ് വേണം, പിന്നെ തൊഴിൽ കിട്ടും, ആളുകളെ പങ്കെടുപ്പിക്കണം, പണം ഒരുപാട് കൊണ്ടുവരണം, സ്വകാര്യ മേഖല കൊണ്ടുവരണം. പക്ഷേ സ്വകാര്യ മേഖല ആരെ വിഴുങ്ങരുത്? നമ്മളെ വിഴുങ്ങരുത്. ഒരു വ്യവസായത്തിൽ വിഴുങ്ങിയാൽ നമുക്ക് എടുക്കുന്ന റിസ്ക് അല്ല, ഒരു സ്പേസ് ടെക്നോളജിയിൽ വരുന്ന റിസ്ക്. ദാറ്റ്സ് എ ഡിഫറൻസ്. രാജ്യത്തിൻ്റെ ക്രൂഷ്യൽ ആയിട്ടുള്ള, അതായത് അങ്ങയുടെ പോയിന്റ് ഇതാണ്, എനിക്ക് മനസ്സിലായി. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ്, ബഹിരാകാശ ഗവേഷണ രംഗത്ത് കുതിപ്പ് നടത്തുന്ന രാജ്യം ലോകത്തെ ലോകശക്തിയാകാനുള്ള റേസിൽ മുന്നിലെത്തും എന്ന് പറയുന്നു. അവിടെ വികസിപ്പിച്ചെടുക്കുന്ന ഐഡിയാസാണ്, വികസിപ്പിച്ചെടുക്കുന്ന എന്താണ് ശാസ്ത്രത്തിൻ്റെ ഓരോ ഫോർമുലകളാണ് നമ്മളുടെ വിജയത്തിന് ആധാരമാകുന്നത്. ഈ ഫോർമുലാസ് മറ്റുള്ളവർ കൊണ്ടുപോകരുത്. അല്ല, അതായത് ലോകത്തെ ഇത് നയിക്കുന്നത് ആരാണ്? എല്ലാ കാലത്തു നിന്ന് വ്യത്യസ്തമായി ലോകത്തെ ഇന്ന് നയിക്കുന്നത് ഡേറ്റ പ്ലസ് ഇൻഫർമേഷനാണ്, കണക്ടിവിറ്റി. ഇത് മൂന്ന് കാര്യമാണ്. നല്ല ഡേറ്റ, അതിൻ്റെ ഇൻഫർമേഷൻ, അത് പിന്നെ ഐഡിയാസ് എല്ലാം അതിനകത്ത് വരും. അതിൻ്റെ കണക്ടിവിറ്റി, ഇതാണ് ഇന്ന് ലോകത്തെ നയിക്കുന്നത്. അല്ലാതെ വേറെ ഒരു സാധനം വേണ്ട, ഡേറ്റ മതി ആളുകൾക്ക്. അപ്പൊ ഈ ഡേറ്റകൾ ചോർന്നു പോകരുത്. അത് മാത്രമല്ല, അപ്പൊ ചോദിക്കുക എല്ലാ ഡേറ്റ ഇല്ല, കിട്ടൂല. നമ്മൾ എല്ലാ ഡേറ്റ പുറത്തുണ്ടോ? ആക്സസ് ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല. വിവരാവകാശം കൊടുത്താൽ പോലും എല്ലാ ഡേറ്റ പബ്ലിക്കിന് കിട്ടൂല. അപ്പം ഡേറ്റ, പിന്നെ സോഴ്സ്, ഇൻഫർമേഷൻ ആൻഡ് ആക്സസ്, കണക്ടിവിറ്റി, ഇതൊക്കെയാണ് ലോകത്തെ നയിക്കുന്നത്. അപ്പൊ അതിലൊക്കെ ഒരുപാട് ഫോർമുലകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നേ, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക്. അപ്പൊ ഇതിനെയൊക്കെ സേഫ് ഗാർഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പാട്രിയോട്ടിക് ആയിട്ടുള്ള ഒരു സമൂഹത്തെ ഉണ്ടാക്കി രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ് പോകുന്നിടത്ത് MN വിജയ മാഷ് പണ്ടൊരു കഥ പറഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പൊളിറ്റിക്സിലാണ് പുള്ളി പറഞ്ഞതെങ്കിലും അതിന് ബാധകമാണ്. വാതിൽ തുറന്നിട്ടാൽ, അല്ലെങ്കിൽ ജനൽ തുറന്നിട്ടാൽ അഴുക്ക വായുവും അകത്ത് വരും, നല്ല വായുവും വരും. അപ്പം ശ്വാസം മുട്ടുമ്പോൾ നല്ല വായു വരട്ടെ എന്ന് വിചാരിച്ചായിരിക്കും നമ്മൾ തുറന്നത്. പക്ഷെ അഴുക്ക വായുവും കൂടി വരും. ഗ്ലോബലൈസ് ചെയ്യപ്പെടുന്ന ഒരു സമൂഹത്തിൽ, ലോകം ചുരുങ്ങി നിൽക്കുന്ന ഒരു ലോകത്ത്, അല്ലെങ്കിൽ ഒരു പുതിയ സമൂഹത്തിൽ ആരെ സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല, ആരെ സ്വീകരിക്കുമ്പോഴും അതിന് നിയതമായ, വളരെ കൃത്യമായ നിയന്ത്രണങ്ങളും സംവിധാനങ്ങളും ഈ മേഖലയിൽ കൂടുതൽ വേണം. സർക്കാർ ആശുപത്രികളുടെ അവസ്ഥ കൂടിയാകരുത്, അതിനെ കൂടി റിലേറ്റ് ചെയ്യാം. പണ്ട് എല്ലാവരുടെയും ഡോക്ടേഴ്സിൻ്റെ എല്ലാം തന്നെ
ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന മെഡിക്കൽ കോളേജുകളാണ്, അല്ലെങ്കിൽ സർക്കാർ സർവീസിലേക്ക് പോകാൻ വേണ്ടി. കാരണം അന്ന് വളരെ ചെറിയ രീതിയിൽ മാത്രമാണ് സ്വകാര്യ ആശുപത്രി, ചെറിയ കുഞ്ഞു കുഞ്ഞു ക്ലിനിക്കുകളാണ് ഉണ്ടായിരുന്നത്. സർക്കാർ ആശുപത്രികൾ ഉണ്ടായിരുന്നു സ്ട്രോങ് ആയിട്ട്, ഏറ്റവും വലിയ കേന്ദ്രം. ഇന്ന് നോക്കുമ്പോൾ സർക്കാർ മെഡിക്കൽ കോളേജുകളിലൊക്കെ ശമ്പളം കുറവാണ്. സ്വകാര്യ മേഖല കടന്നു കയറിയതോടുകൂടി വമ്പൻ ആശുപത്രികൾ വന്നതോടുകൂടി ഏറ്റവും നല്ല ശമ്പളം കൊടുത്ത് അവർ വിളിക്കുകയാണ് ഡോക്ടേഴ്സിനെ എല്ലാം. അവർക്ക് ടാർഗറ്റുകൾ കൊടുക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു സ്പേസ് ഇൻഡസ്ട്രിയിലേക്ക് സ്റ്റാർട്ടപ്പുകൾ വരുമ്പോൾ നമ്മുടെ ഇസ്രോയിലെ ശാസ്ത്രജ്ഞരെ അങ്ങോട്ടേക്ക് അവർ ആകർഷിക്കുമോ കൂടുതൽ ശമ്പളം കൊടുത്ത് എന്നുള്ളൊരു ടെൻഷൻ കൂടി. മാത്രമല്ല, വേറെ കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. മെഡിക്കൽ കോളേജുകാർ ഒരിക്കലും സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ നടത്താറില്ല. നടത്താറുണ്ടോ? ഇല്ല. സ്വകാര്യ ഹോസ്പിറ്റൽ എന്ത് ചെയ്യും? പബ്ലിസിറ്റിയുടെ ഭാഗമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തും. ആളുകൾക്ക് ഗുണം കിട്ടും, അത് വേറൊരു കാര്യം. പക്ഷേ ഷുഗർ എത്രയായിരിക്കണം, BP എത്രയായിരിക്കണം, ഇങ്ങനെയുള്ള സകല കാര്യങ്ങളും നിർണ്ണയിക്കുന്നിടത്തും ജനങ്ങളിൽ വളരെ ഭീതി ജനിപ്പിക്കുന്നിടത്തുമൊക്കെ സ്വകാര്യ ആശുപത്രികൾക്ക് എന്തുണ്ട്? വലിയ പങ്കുണ്ട്. മെഡിക്കൽ രംഗത്ത് വേറെ നമ്മൾ ഡോക്ടർമാർ സ്വകാര്യ മേഖലയിൽ പോയതല്ല വിഷയം. ഡോക്ടർമാർ പോയത് പോട്ടെ, അത് പകരം ഫില്ല് ചെയ്യുമെന്ന് വയ്ക്കുക. പക്ഷേ സ്വകാര്യ ഹെൽത്ത് എന്ന് പറയുന്നത് എന്തോ അപകടം പിടിച്ച ഒരു സംഭവമാണ്. ഒരു പനി വന്നാൽ പോലും നിങ്ങൾ MRI വരെ എടുക്കണം. അതെ, അങ്ങേയറ്റം പരിശോധന നടത്തണം, എല്ലാ ഡയഗ്നോസും നിങ്ങൾ ചെയ്യണമെന്നുള്ള ഒരു ഹെൽത്ത് ബോധം. അല്ല സാർ, അത് ഒരു ഭീതിപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യമേഖല അതായത് ആരോഗ്യമേഖലയിൽ ഇപ്പോൾ നമ്മുടെ പല ആശുപത്രികളും ബഹുരാഷ്ട്ര കുത്തകകൾ, അതായത് ഫാർമ ഭീമന്മാർ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഫാർമ ഭീമന്മാരുടെ പോക്ക് വളരെ അപകടകരമായ തരത്തിലേക്കാണ്. ചൂഷണത്തിൻ്റെ അങ്ങേയറ്റമാണ്. അവരുടെ ജീവനക്കാരെ ഉൾപ്പെടെ ചൂഷണം ചെയ്യുന്നു. സാധാരണക്കാരായ നമ്മൾ പൗരന്മാരെയും ചൂഷണം ചെയ്യുന്നു. ഇതിപ്പോൾ എല്ലാവരും പറയുന്നത് നമുക്ക് വിശ്വാസത്തിലെടുക്കേണ്ടി വരും. അതായത് ഏതെങ്കിലും ഒരു അസുഖത്തിന് തരുന്ന മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബൈ പ്രോഡക്റ്റായി, സൈഡ് എഫക്റ്റായി മറ്റൊരു രോഗം നമുക്ക് വരും. ആ രോഗത്തിൻ്റെയും മരുന്ന് നിർമ്മിക്കുന്നത് അവർ തന്നെയായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ഒരു രീതിയിൽ ആരോഗ്യമേഖല അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് വേറൊരു വിഷയമാണ്, എങ്കിലും ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അത്തരത്തിലൊരു സംഭവമാണ് അങ്ങ് ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ സോഷ്യൽ കൺസേൺ ഉണ്ട്, പബ്ലിക് കൺസേൺ ഉണ്ട്, ജനറേഷന്റെ കൺസേൺ ഉണ്ട്, സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ട്, കൺട്രി സെക്യൂരിറ്റി ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. പ്രൈവറ്റ് മേഖലയ്ക്ക് പ്രോഫിറ്റ് മാത്രം, ഓൺലി പ്രോഫിറ്റ്. സ്വകാര്യ മേഖലയിലേക്ക് ഒരുപാട് കടന്നുകയറ്റം വരുമ്പോൾ, പ്രത്യേകിച്ച് പ്രതിരോധ മേഖല പോലുള്ള അല്ലെങ്കിൽ സ്പേസ് ടെക്നോളജി പോലുള്ള സ്ഥലങ്ങളിലേക്ക് പുതിയ സ്റ്റാർട്ടപ്പ് വരുമ്പോൾ വെൽ ആൻഡ് ഗുഡ്, വന്നോളൂ. പക്ഷെ സ്വീകരണ മുറി വരെ ഉള്ളൂ, ബെഡ്റൂമിലേക്ക് അനുമതിയില്ല. അതുകൊണ്ട് സ്വകാര്യ മേഖലയെ തീർച്ചയായും പ്രോത്സാഹിപ്പിക്കണം. പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് വേണമെങ്കിൽ ഞാൻ ഒരു പിയുടെ ചേർക്കുന്ന ആളാണ്. പബ്ലിക് പ്രൈവറ്റ് പഞ്ചായത്ത് പാർട്ട്ണർഷിപ്പ്. കാരണം അവരേലും 40% പണവും വലിയ സന്നാഹവും മാൻ പവർ ഉണ്ടല്ലോ. ഇപ്പം കേരളത്തിലും ഇന്ത്യയുടെ പഞ്ചായത്ത് രാജിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണ്? പണം പോട്ടെ, മാൻ പവർ ഉണ്ട് അവരേൽ. മൊബിലൈസ് ചെയ്യാൻ പറ്റും മാൻ പവർ അവർക്ക്. സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് മാൻ പവർ മൊബിലൈസ് ചെയ്യാൻ പറ്റുന്ന ബോഡിയാണ് നമ്മുടെ ലോക്കൽ ബോഡീസ് എന്നൊക്കെ. സെൻസിറ്റീവ് ആയിട്ടുള്ള മേഖലയിലേക്ക് കടക്കാൻ ഒരു നിയന്ത്രണം വേണം. നിയന്ത്രണം മാത്രമല്ല, ചിലതിൽ കടക്കാനേ പാടില്ല. നിങ്ങൾക്ക് എനിക്ക് ഷേക്കാൻഡ് തരാം, അതിനപ്പുറം എൻ്റെ ശരീരത്തിൽ തുടങ്ങൂല. ഓക്കെ, മനസ്സിലായി. ഒരു ചെറിയ സിമ്പിൾ പോയിന്റ് മനസ്സിലാവാൻ വേണ്ടി, ആളെ മനസ്സിലാവാൻ പറയുന്നത്. നമുക്ക് ചെയ്യാം. ഇത് തീർച്ചയായിട്ടും ISROയുടെ കാര്യങ്ങളും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റപ്പൊക്കെ കൊണ്ടുവരണം. പക്ഷെ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളും എന്തായിരിക്കണം, ജനാധിപത്യവാദികളും എന്താണ് പച്ചവെള്ളം മര്യാദയ്ക്ക് കുടിക്കുന്നവരുമായിരിക്കണം എല്ലാ രാജ്യവും. ഇതിപ്പം നമ്മൾക്കൊരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അതിലെ ക്രയോജനിക്കൽ നമ്മൾ കണ്ടു, നമ്പി നാരായണൻ വിഷയത്തിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പുകമറയായാലും എന്തൊക്കെയാണ് നമ്മൾ കേട്ടത്, മറിയം റഷീദ് എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം നമ്മൾ കേട്ടു. അപ്പോൾ അതുകൊണ്ട് ചെറിയ സംവിധാനമായാൽ പോലും വലിയ സംവിധാനമായാലും നമ്മൾ ലോകം മുഴുവൻ ഇങ്ങനെ മൂലധന ശക്തികൾ വന്ന് കീഴടക്കാൻ നിൽക്കുമ്പോൾ, ഭൗതികമായ കീഴടക്കലിന് നോക്കുമ്പോൾ, ഡേറ്റകൾ കൊണ്ടുള്ള കീഴടക്കലിന് നോക്കുമ്പോൾ, ഇൻഫർമേഷൻ കൊണ്ടുള്ള കീഴടക്കൽ നോക്കുമ്പോൾ, കണക്ടിവിറ്റി കൊണ്ടുള്ള കീഴടക്കൽ നോക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഹോംവർക്ക് ചെയ്യണം. അതാണ് എൻ്റെ പോയിന്റ്. അല്ലാതെ ആരെയും കയറ്റരുത്, വിളിക്കരുത്, സ്റ്റാർട്ടപ്പ് തുടങ്ങരുത്, അത് ഞാൻ സ്റ്റാർട്ടപ്പ് വരുന്നതൊന്നുമല്ല. പക്ഷേ ഇത് ചെയ്യുമ്പോൾ ഒരു വശത്ത് ഇത് കൊണ്ടുവരണം, മറുവശത്ത് നമ്മുടെ ടെക്നോക്രാറ്റുകൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇന്ത്യ ഇപ്പോഴും ഒരു സമ്പന്ന രാഷ്ട്രമായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് തുകയൊക്കെ ശമ്പളമൊക്കെ കുറഞ്ഞാലും എവിടെ വർക്ക് ചെയ്യണം, നമ്മുടെ ബ്രെയിൻ എവിടെ കൊടുക്കണം, ഈ രാജ്യത്തിനും സമൂഹത്തിനും കൊടുക്കണം. അവരെ എടുക്കുകയും വേണം സമൂഹം. കൊടുക്കണമെന്ന് പറഞ്ഞാൽ വന്നിട്ട് ത്യാഗമൊന്നും ചെയ്യണ്ട, പക്ഷെ അത് എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാവുകയും വേണം. അവർക്ക് മാന്യമായ ശമ്പളവും
പ്രക്ഷോഭം കൊടുക്കുകയും വേണം. അതിന് സൊസൈറ്റി തയ്യാറാവണം. അത് വേറെ വിഷയമാണ്. അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്രൂഷ്യൽ ഏരിയയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ സൈക്കിൾ ഓടിക്കുമ്പോൾ വിമാനം ഓടിക്കരുത്. ആ വ്യത്യാസമുണ്ട്. ശരിയാണ്. എന്തായാലും ബഹിരാകാശ ഗവേഷണ രംഗത്തേക്ക് സ്വകാര്യ നിക്ഷേപം അനുവദിച്ചത് അത്ര കണ്ട് ശരിയായില്ല. അതിന് കൃത്യമായിട്ടുള്ള നിരീക്ഷണവും നിയന്ത്രണങ്ങളും വേണമായിരുന്നു. അത് നടക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയമാണ് ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം സെൻസിറ്റീവായിട്ടുള്ള മേഖലകളിലേക്ക് സ്വകാര്യ നിക്ഷേപകരെ അനുവദിക്കരുത്, അല്ലെങ്കിൽ അതിന് കർശനമായ നിയന്ത്രണം വേണം എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ബഹിരാകാശ ഗവേഷണ രംഗത്തെ ഡാറ്റകൾ നമുക്ക് കൈവശം വന്നുകൂടാ. സ്റ്റാർട്ടപ്പുകൾക്ക് നിക്ഷേപം നടത്തുന്ന വിദേശ ശക്തികൾ തീർച്ചയായും വെറുതെ ഇരിക്കില്ല. അവർക്ക് പ്രോഫിറ്റ് മാത്രമായിരിക്കില്ല. ഇനി അങ്ങോട്ട് ഡാറ്റ യുദ്ധത്തിൻ്റെ സമയമാണ്. അതുകൊണ്ട് തന്നെ ഡാറ്റകൾ ഊറ്റിയെടുക്കുവാനുള്ള എല്ലാ വഴിയും അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകും. പ്രത്യേകിച്ച് ചൈന, US പോലുള്ള രാജ്യങ്ങളിൽ അവർ എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്കിപ്പോൾ നന്നായി തന്നെ അറിയാം. അത് ചൈനയാണെങ്കിലും US ആണെങ്കിലും ട്രംപിൻ്റെ കടന്നുകയറ്റങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ലോകം ഇന്ന്. അത് നേരിട്ട് തന്നെ ലോകം അനുഭവിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഭ്രാന്തൻ വാക്കുകൾ കൊണ്ട് ലോകത്തെ അമ്മാനമാടിക്കൊണ്ടിരിക്കുകയാണ്. ആർക്ക് ഇയാളെ നിയന്ത്രിക്കാൻ സാധിക്കും എന്ന വിധത്തിലേക്ക്. അപ്പോൾ അത്തരത്തിലുള്ള ശക്തികൾ ലോകത്തുണ്ട്. അവരൊക്കെ തന്നെ കടന്നുകയറ്റം നടത്തി നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയെയും നമ്മുടെ രാജ്യത്തിൻ്റെ ലക്ഷ്യങ്ങളെയും തകർക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇവിടെ ജാഗ്രത വേണം അങ്ങേയറ്റം. അതുതന്നെയാണ് പറഞ്ഞു വയ്ക്കുന്നത്. എന്നാൽ സ്റ്റാർട്ടപ്പുകളെ നമ്മൾ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തരുത്. ഇത് ഗ്ലോബലൈസേഷൻ്റെ സമയമാണ്. പക്ഷേ ഈ ഗ്ലോബലൈസേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ക്രീനിങ് അത്യാവശ്യമാണ്. എല്ലാ വാതിലും ജനലുകളും തുറന്നിടുമ്പോൾ കാറ്റ് നമുക്ക് അനുയോജ്യമായവ മാത്രമായിരിക്കില്ല അകത്തേക്ക് വരുന്നത്. ദുർഗന്ധവും കടന്നു വരാം, അപ്പുറത്തത് അതിനാധാരമായിട്ടുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ജനാലയിലൂടെയും വാതിലിലൂടെയും എന്തൊക്കെയോ അകത്ത് കയറാനുള്ള, ക്ഷുദ്രജീവികൾ പോലും അകത്ത് കയറാനുള്ള സാധ്യതയുണ്ട്. സോ ദർ ഷുഡ് ബി എ നെറ്റ്. അത്തരത്തിലുള്ളൊരു നെറ്റ്, അത്തരത്തിലുള്ളൊരു സ്ക്രീനിങ് അനിവാര്യമാണ് എന്നാണ് ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞിരിക്കുന്നത്. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിക്കും. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.